ഹലോ, അപ്പോൾ ദേ നമ്മൾ ഇന്നൊരു അടിപൊളി പുഡിംഗ് ആണ് ഉണ്ടാക്കിയത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ തക്കുമോക്കും മിക്കുമോക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടേ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയൂലേ, അതേപോലെയുണ്ട് ഇത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലോട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ഗ്ലാസ് പാല് ചേർക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് മതി. അങ്ങനെ അത് 2 ഗ്ലാസ് പാല് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ചേർത്ത പാല് പാടില്ല, നല്ല കട്ടിയുള്ള പാല് തന്നെ വേണം. അങ്ങനെ 2 ഗ്ലാസ് പാല് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ അത് തിളച്ച് ഏകദേശം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ആ പാലങ്ങാട് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത പണിയിലോട്ട് എടുക്കാം. അടുത്തത് വേറെ ഒന്നുമില്ല, 2 കോഴിമുട്ട വേണം. അങ്ങനെ 2 കോഴിമുട്ട ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടൊരു കുറച്ച് വാനില എസൻസ് ഒഴിച്ചെടുക്കണം കേട്ടോ. വാനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കായ പൊടിച്ചതും ചേർത്താൽ മതി. ആ മുട്ടയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. വാനില എസൻസ് ആണ് കൂടുതലും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്കതങ്ങാട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത ഗ്ലാസ്സിൽ അതിലൊരു 3/4 ഗ്ലാസ്സോളം പഞ്ചസാര എടുത്തിട്ട് നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ക്യാരമൽ ചെയ്തെടുക്കാൻ ഇതേപോലെ നമുക്കിനി പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല ബ്രൗൺ കളറാവണ്ട, അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കയ്പ്പ് രസം വരും. അപ്പോൾ ഇതേപോലെ കിട്ടിയാൽ മതി. ഇനി നമുക്ക് നല്ല തിളച്ച പാൽ അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. കുറച്ച് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ തിളച്ച് പൊന്തി നമുക്ക് പുറത്തോട്ട് പോരും. അപ്പം നമുക്ക് കുറച്ച് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ പാലും പഞ്ചസാരയൊക്കെ മിക്സായി നമുക്കത് ഇനി മാറ്റി ഒന്ന് ചൂടാറാൻ വെക്കാം. ഇനി നമുക്കൊരു നേരിയ ചൂടോടെ നമുക്ക് നമ്മുടെ മാറ്റി വെച്ച മുട്ടയുടെ മിക്സിലോട്ട് ചേർക്കാം കേട്ടോ. നേരിയ ചൂട് എന്തായാലും വേണം, നല്ല ചൂടൊന്നും പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുട്ട വെന്ത് പോവും. അപ്പോൾ നേരിയ ചൂട് മാത്രം മതി. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ആ പാലും മുട്ടയും കൂടി നല്ല രീതിയിൽ മിക്സായി കിട്ടണം നമുക്ക്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രമോ എന്തെങ്കിലും മതി, ബൗളോ എന്തെങ്കിലും എടുത്താൽ മതി. അപ്പം ഞാനിവിടെ വട്ടപാത്രമാണ് നല്ല സ്റ്റീലിൻ്റെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ മിക്സ് ജസ്റ്റ് ഒന്ന് അരിച്ചൊഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അരിച്ചൊഴിക്കണേനെ. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കണം. അപ്പം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് ആവി കയറ്റിയെടുക്കാം. ഒരു 20 മിനിറ്റോളമാണ് ഞാനിത് വെച്ചത് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു പാത്രം വെച്ച് മൂടിയിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് മൂടാം, അല്ലെങ്കിൽ ഓയിൽ പേപ്പർ വെച്ച് അങ്ങനെ വേണമെങ്കിലും മൂടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്തായാലും മൂടിയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആവിയുടെ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോകും. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മളിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വെക്കാം. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാഷ്നട്ടോ ബദാമോ ഇതിലോട്ട് ഇങ്ങനെ മുകളിൽ വിതറിയിടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം ഞാനിവിടെ കാഷ്നട്ട് ജസ്റ്റ് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇതിലോട്ട് മുകളിലോട്ട് ഇടണുണ്ട്. ഇനി ഞാനതിൽ ഫ്രിഡ്ജിലോട്ട് ഒരു 2 മണിക്കൂറോളം വെക്കണുണ്ട്, ഒന്ന് ജസ്റ്റ് തണുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമ്മൾ 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ അപ്പോൾ നമ്മുടെ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വായിലിട്ടാൽ അലിഞ്ഞു പോകും, നല്ല ടേസ്റ്റാണ്. മധുരപ്രേമികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്നൊരു മധുരം കഴിക്കാൻ ആഗ്രഹമൊക്കെ തോന്നിയാൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. വല്ലപ്പോഴൊക്കെ നമുക്ക് ഇതൊക്കെ ഇതേപോലെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. എന്തായാലും ഉറപ്പുള്ള കാര്യമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് മാത്രം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. കുറഞ്ഞത് ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമുക്ക് വെക്കാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.